നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 21-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് ധനുമാസം 6-ാം തീയതിയാണ് ശനിയാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാർഗ്ഗശീർഷ മാസം 30-ാം തീയതിയാണ് ശനിയാഴ്ച ദിവസം. ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയമാകട്ടെ രാവിലെ 6:34 അസ്തമയമാകട്ടെ വൈകുന്നേരം 6:05 തിഥി ഷഷ്ഠി തിഥിയാണ്. ഷഷ്ഠി തിഥി ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:25 വരെ ഉണ്ടായിരിക്കും. ഉദയാൽപര നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച പുലർച്ചെ 3:49 പൂരം നക്ഷത്രം അവസാനിക്കുന്ന സമയം ഞായറാഴ്ച രാവിലെ 6:16 ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂരനക്ഷത്ര ജാതകരായ കുട്ടികൾക്ക് അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. ബലമില്ലാത്ത ഒരു ചന്ദ്രനാണ് നിൽക്കുന്നത്. അപ്പോൾ രാജയോഗങ്ങളൊന്നും പ്രത്യേകിച്ച് വന്നു ചേരുന്നില്ല. പ്രത്യേകിച്ച് ഈ ശനിയുടെ ദൃഷ്ടിയിൽപ്പെട്ട് ചന്ദ്രൻ നിൽക്കുന്നു. അങ്ങനെ ശനിയുടെ ദൃഷ്ടിയിൽപ്പെട്ട് ചന്ദ്രൻ നിൽക്കുന്നത് ഈ കന്നിക്കുറുകാരുടെ 12-ാം ഭാവമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കന്നിക്കുറുകാർക്ക് ദരിദ്ര യോഗം എന്ന് പറയുന്ന ഒരു യോഗം വന്നു ചേരുന്നു. അതായത് സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകുന്നൊരു അനുഭവമാണ് ദരിദ്ര യോഗം. അത് ശനിയാഴ്ച ദിവസം കന്നിക്കുറുകാർക്ക് ബാധകമാകുമെന്നുള്ളതും ജ്യോതിഷപരമായ പ്രത്യേകതയായിട്ട് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. 11-ാം ഭാവാധിപനാണ് കന്നിക്കുറുകാരുടെ 11-ാം ഭാവത്തിൻ്റെ അധിപനാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ 12-ാം ഭാവത്തിൽ പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി വന്നാൽ ദരിദ്ര യോഗം എന്ന് പറയുന്ന കടം ചോദിച്ച് പലരുടെയും മുമ്പ് കൈനീട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ധനത്തിന് ക്ലേശം സംഭവിക്കുന്നതാണ് പറയുന്നത്. എന്നാൽ ദശാകാലത്തിന് നേട്ടമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശനിയാഴ്ച ദിവസം ഈ പൂരം നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. തിരുവാതിര, പൂയം, ഭരണി, കാർത്തിക, മൂലം, പൂരാടം, മകം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ ദിവസമാണ്. തിരുവാതിര, പൂയം, ഭരണി, കാർത്തിക, മൂലം, പൂരാടം, മകം എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം പൂരനക്ഷത്രപ്രകാരം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് തിരുവോണം, ആയില്യം, മകയിരം, പുണർതം. അപ്പോൾ ഈ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരാൻ സാധ്യതയുള്ളത്. അപ്പം പ്രതികൂലം തിരുവോണം നാളുകാർക്ക് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നൊരു ദിവസം, അതിൻ്റെതായ പ്രതികൂലങ്ങൾ വരും. അപ്പോൾ ആയില്യം നാളുകാരെ സംബന്ധിച്ചോ ചന്ദ്രൻ 2-ാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടിയാൽ നിൽക്കുന്നു. അപ്പോൾ കുടുംബസുഖം, ധനപരമായ നേട്ടമൊന്നും അവർക്കുണ്ടാകണമെന്നില്ല. അതാണ് പ്രതികൂലം. മകയിരം നാളുകാർക്ക് 3-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അവരുടെ കുടുംബഭാവത്തിൻ്റെ ധനഭാവത്തിൻ്റെ അധിപൻ ചന്ദ്രനാൽ വീക്ഷിക്കപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ അവർക്ക് കുടുംബസുഖം, ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. അതൊരു പ്രതികൂലം. അതുപോലെ തന്നെ പുണർതം നാളുകാർക്കും ഇപ്രകാരമുള്ള പ്രതികൂലം ഉണ്ടാവും. അപ്പോൾ ഇടവക്കുൾപ്പെട്ട മകയിരമാണെങ്കിൽ അവർക്ക് വീട് വസ്തു വാഹനം കൊണ്ടുള്ള ദോഷങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നക്ഷത്രഫലത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. ഇനി ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ശുഭസമയത്ത് തന്നെ ചെയ്യണം. കാരണം ചന്ദ്രൻ ബലമില്ലാതെ ശനിയുടെ ദൃഷ്ടിയിൽപ്പെട്ട് നിൽക്കുന്ന ഒരു ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ശുഭസമയം നോക്കി തന്നെ കാര്യങ്ങൾ ചെയ്യാവൂ. ശനിയാഴ്ച ദിവസം രാവിലെ 8:04 മുതൽ 9:34 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 11:04 മുതൽ 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് ഉച്ചകഴിഞ്ഞ് 2:04 മുതൽ 5:34 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയത്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക. ഇനിയും സംഖ്യാശാസ്ത്രം ചിന്തിക്കാം. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 21 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 3 വരും. ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആക്കുമ്പോഴും 3 വരും. അപ്രകാരമുള്ളവർക്ക് മധ്യമമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ ചെയ്യേണ്ട കാര്യം നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ അക്ഷരങ്ങളുള്ളവർ നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉത്തമമായ, അത്യുത്തമമായ, ഉത്കൃഷ്ടമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് പ്രിയപ്പെട്ടവർക്ക് അറിയാൻ പറ്റുന്നത്. നല്ല കാര്യമാണ്. ഏതൊക്കെ ദിവസം അനുകൂലമാണ്, പ്രതികൂലമാണ്, ശുഭകാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഓരോ ദിവസവും വ്യത്യാസമുണ്ട്. അതൊക്കെ പറഞ്ഞിരുന്നുണ്ട്.
സംഖ്യാശാസ്ത്രപ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിൻ്റെ നക്ഷത്രം എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിക്കുന്നു, ആ സമയത്താണോ ആ കുട്ടി ജനിച്ചതെന്നുള്ള അറിയാൻ പറ്റും, തിഥി അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചുരുക്കമായിട്ട് പെട്ടെന്ന് പ്രതിപാദിക്കുന്ന ഒരു പ്രത്യേക ജ്യോതിഷ പരിപാടിയാണ്. അത് പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക, മുടങ്ങാതെ കേൾക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രോത്സാഹനങ്ങൾ നൽകുക. അതുപോലെ തന്നെ 2024 ഡിസംബർ മാസം 31-ാം തീയതി നടക്കുന്ന സർവേശ്വര പൂജയിൽ കഴിവുള്ളവരൊക്കെ ചേരണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ തന്നെ വരികയുള്ളൂ. സർവേശ്വരി പൂജയ്ക്ക് ചേർന്നാൽ ഒരു ദോഷവും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും മഹാദേവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, പൂജ ചെയ്യുന്നു, എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യും. തീർച്ചയായിട്ടും മഹാദേവൻ തന്ന ഒരു പ്രേരണ കൊണ്ട് തുടങ്ങിയ ഒരു ചാനലാണിത്. അതാണ് ഞാൻ മഹാദേവൻ്റെ പടം ഇതിലിങ്ങനെ വെച്ചിരിക്കുന്നത്. കാരണം മഹാദേവൻ ഒരു ദിവസം എനിക്കിങ്ങനെ ഒരു ചിന്ത തന്നു, ഒരു ജ്യോതിഷപരമായിട്ടുള്ള ചാനൽ തുടങ്ങാൻ. ഞാൻ അങ്ങനെ ചെയ്തു. ആ ചാനലാണ് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സർവേശ്വരി പൂജ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് മഹാദേവൻ എത്ര പേരെ എനിക്ക് തരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. മഹാദേവൻ തരുന്ന എത്ര പേരാണ്, ഒരാളാണേലും 10 പേരാണെങ്കിലും അതൊക്കെ സന്തോഷമായിട്ട് സ്വീകരിക്കും. ഇപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പേരുണ്ടെങ്കിൽ മതി, പടിപടിയായിട്ടുള്ളൊരു വളർച്ച മതി. ഈ വർഷം 10 പേര്, അടുത്ത വർഷം 20 പേര്, പിന്നെ 30 പേര്, അങ്ങനെ മതി. നമുക്കിപ്പം പെരുവെള്ളം പോലെ അരച്ച് വന്ന് കയറി എല്ലാം ഇടിച്ച് നശിപ്പിച്ച് നാശം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പയ്യെ സാവധാനം മതി. സ്റ്റഡിയായിട്ടുള്ളൊരു ഗ്രോത്ത്, അതാണ് നിലനിൽക്കുന്നത്. അപ്പോൾ മഹാദേവൻ എത്ര പേരെ തരുന്നു അത്രയും പേരെ കൊണ്ട് ഞാൻ സർവേശ്വര പൂജ ചെയ്യും. പ്രിയപ്പെട്ടവർക്ക് മനസ്സിൽ മഹാദേവൻ പറയുന്നുണ്ടെങ്കിൽ, പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ സർവേശ്വര പൂജയിൽ പങ്കുചേരുക. തീർച്ചയായിട്ടും 2025 വർഷം എത്ര പ്രതികൂലമുണ്ട്, ശനി മാറുന്നു, രാഹു മാറുന്നു, വ്യാഴം മാറുന്നു, എന്തെല്ലാം മാറിയാലും നിങ്ങളുടെ ജീവിതത്തിൽ മഹാദേവൻ്റെ ശക്തിയും അനുഗ്രഹവും ഉണ്ടാകും. അത് ഞാൻ 100% വാക്കുവരുതാണ്. ഇപ്പോൾ സർവേശ്വര പൂജയിൽ ചേരാൻ മനസ്സുള്ളവരൊക്കെ ചേരുക. അപ്പോൾ ഇനി ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തെ കാര്യം നമ്മൾ ധനപരമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അതായത് പൂര നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ്. പൂരാടം, അനിഴം, ചിത്തിര, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകീരം, പൂരം ഇത്രയും നാളുകാർക്ക് പൂര നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഈ ചിത്തിര നക്ഷത്രം എന്ന് പറയുന്നത് തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദത്തിലാണ് ധനം വന്നു ചേരുക. അതായത് പൂരാടം, അനിഴം, ചിത്തിര 2 പാദം തുലാക്കൂറ്, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകീരം, പൂരം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് ഞാൻ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നു. അത് പൂര നക്ഷത്രപ്രകാരമാണ് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൂ. ഇനി ധനം വന്നില്ലെങ്കിൽ പോലും, കയ്യിലില്ലെങ്കിൽ പോലും, ആരോടും കടം ചോദിച്ചാൽ പോലും കിട്ടുന്ന ഒരു ദിവസമാണ്. മനസ്സോടെ എടുത്തു തരും, തിരിച്ചു കൊടുക്കാനും പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റു നാളുകാർക്കൊക്കെ ധനം വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതും മറ്റു പല വിധത്തിലാണ് ധനം വന്നു ചേരാൻ സാധ്യതയുള്ളതെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ ശാന്തിയും സമാധാനവും അനുഗ്രഹവും എല്ലാവരിലും ഉണ്ടാകട്ടെ, എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.